ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഒരു അറേബ്യൻ മീൻ വിഭവമായിട്ടുള്ള ഫിഷ് മഗ്ലിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു മീൻ വെച്ചിട്ടാട്ടോ ഈ ഒരു വിഭവം നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇത് തിലാപ്പിയ എന്ന മീനാണെന്ന് തോന്നുന്നുണ്ട്, കറക്റ്റായിട്ട് അറിയില്ല. എന്നാലും ഇത്തരത്തിലുള്ള വലിയ മീൻ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ ഉപ്പ പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയായിട്ട്, അവർ സൗദിയിലൊക്കെ ആയിരുന്ന സമയത്ത് ഉണ്ടാക്കിയിരുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് ഒരു 2-3 ടീസ്പൂണ് മഞ്ഞൾ ചേർത്ത് കൊടുക്കുക. ഇത് 5 വലിയ മീനുണ്ട്, അപ്പോൾ അതിലേക്കുള്ള അളവാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഒരു 3 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കതൊന്ന് ഒരു കട്ടിയുള്ള മാവാക്കിയിട്ട് മാറ്റണം. കുറച്ച് വെള്ളം ചേർത്താൽ മതി, കൂടുതലാവേണ്ട. അത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല ഇതുപോലെയാണ് ആവേണ്ടത്. ഇനി അതിലേക്ക് ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 5 വലിയ മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ മുഴുവനായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗത്തും ഉൾഭാഗത്തേക്കൊക്കെ ആ ഒരു മസാല എത്തിച്ചു കൊടുക്കുക. വളരെ കുറഞ്ഞ ചേരുവകൾ മതി ഇതിന്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാ മീനും അങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാൻ നമ്മളിത് മുക്കി പൊരിക്കുകയാണ് ചെയ്യുന്നത്. ഓയിലിൽ മുക്കി പൊരിക്കുകയാണ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് അത്യാവശ്യം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് മുങ്ങി നിൽക്കാൻ പാകത്തിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മീനിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം. പെട്ടെന്ന് തന്നെ അത് റെഡിയാവും കേട്ടോ. ഇങ്ങനെ മുക്കി പൊരിക്കുന്ന കാരണം കൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് തന്നെ റെഡിയാവും. പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷണലാണ്, കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, അത് സൗദിയിലൊന്നും ഇടില്ല. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് കാണാനൊരു ഭംഗിക്കും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും ഇങ്ങനെ ആകുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാം. 2 ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഇത് പൊരിച്ചു വെച്ച ഉടനെ തന്നെ അതിൻ്റെ മേലെയായിട്ട് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ജീരകം പൊടിച്ചതുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആ 2 പൊടിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ചെറിയ ജീരകം ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. എന്നാലും അത് രണ്ടുമാണ് ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. കുരുമുളക് പൊടിയും ചെറിയ ജീരകം പൊടിച്ചതും അത് രണ്ടും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ പാർട്ടികളിലൊക്കെ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്